ഒരമ്മയുടെ സ്വപ്നങ്ങൾക്കായി എഴുതുന്നു. ഈ കുഞ്ഞ് കൈക്കായി ഉത്തരങ്ങൾ കുറിക്കുന്നു. ഈ ആഗ്രഹം അമ്മയുടെ മനസ്സിൽ എന്നേ പതിഞ്ഞതാ? 8ാം ക്ലാസ്സിലായപ്പോഴേ എനിക്ക് തോന്നി ഇവളെ 10ൽ എനിക്ക് പരീക്ഷ എഴുതിപ്പിക്കണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷെ അത് സാധിക്കുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഒരു കൊണ്ട് സാധിച്ചു. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു സന്തോഷം. കൈ പിടിച്ചുയർത്തിയവരുണ്ട്. ബുധനാഴ്ചകളിൽ ഞാൻ ഇവിടെ വരികയും മോളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഞാൻ വാർഡ് കൗൺസിലറെ വിളിക്കുകയും ഈ കാര്യം അറിയിക്കുകയും ചെയ്തു. അവസാനം സാറ് പറഞ്ഞു, തീർച്ചയായിട്ടും കുട്ടിയെ 9 ദിവസവും ഇവിടെ വീട്ടിൽ വന്ന് കുട്ടിയെ എക്സാമിന് കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പേരൂർക്കട കൺകോടിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശ്രീകുട്ടി 10ാം ക്ലാസ്സിലെ മലയാളം ആദ്യഭാഗ പരീക്ഷ പൂർത്തിയാക്കി. എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണം. അപ്പോൾ നമുക്ക് ആരുടെയും വിദ്യാഭ്യാസം നിഷേധിക്കാൻ പറ്റില്ല. അപ്പം ഈ കുട്ടീനെ പരീക്ഷ എഴുതിക്കാൻ നമ്മൾ സന്തോഷപൂർവ്വം പറയുകയും ഇടയ്ക്ക് മോഡൽ എക്സാമിന് 1-2 ദിവസം വരികയും എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി, അമ്മ മനസ്സിലാക്കി. ജയിക്കുമെന്ന് കേൾക്കുന്നുണ്ട്. ശ്രീകുട്ടി സ്നേഹം തൊട്ടറിയുന്നുണ്ട്. ഇവർ നാളെയും എത്തും. ആ അമ്മ ജീവിതത്തിൽ ഒരുപാട് താലോലിച്ച സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിനായി. സ്വപ്നങ്ങളിലേക്ക് പിടിച്ചു കയറാൻ ശ്രീകുട്ടിക്ക് എത്രമാത്രം കൈകളാണുള്ളത്. ഈ ലോകം അവരുടേതു കൂടിയാണെന്ന തിരിച്ചറിവിൽ അവർ ശക്തരാകട്ടെ. പ്രേം ശശിക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുലെ, നമ്മൾ ഈ ജീവിതത്തിൻ്റെ പല പല തലങ്ങളാണ്. ഇപ്പോൾ ആദ്യം കണ്ടപ്പോൾ ഒരു അച്ഛനും മകനും, ഇവിടെ ഒരു അമ്മ മകൾക്ക് വേണ്ടി ആ അമ്മയുടെ ഒരു വലിയ ആഗ്രഹം അത് സഫലമാക്കാൻ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ലോകം മുഴുവൻ ഒപ്പം നിൽക്കുമെന്നതുപോലെ എല്ലാ സംവിധാനങ്ങളും ആ ആഗ്രഹത്തിന് വേണ്ടി നിൽക്കുന്നു. എങ്ങനെയാണ് ആ ഒരു നിമിഷങ്ങൾ ആ അമ്മ ആസ്വദിക്കുന്നത്, ഒരു സന്തോഷം ആസ്വദിക്കുന്നുണ്ടല്ലോ, അതും അവരുടെ ഒരു ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കുന്ന ഈ ഒരു നേട്ടവും? അതെ, ദിവി സൂചിപ്പിച്ച കാര്യം ഈ പറയുന്ന പോലെ ആദ്യം എടുത്തു പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം നിശ്ചയദാർഢ്യം, ഞാൻ അമ്മയെ കണ്ട പ്രത്യേകത എന്ന് പറയുന്നത് നിശ്ചയദാർഢ്യമാണ്. ഇവിടെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ പറഞ്ഞ പരിമിതികളുള്ള ആളുകളോട് ജീവിക്കുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, മരുന്നുകൾ കൊടുക്കുക, അവരെ മുന്നോട്ട് നയിക്കുന്നതിനപ്പുറത്തേക്ക് സ്വപ്നം കാണുകയാണ് അമ്മ പറയുന്നുണ്ട്. 2 വർഷത്തിൻ്റെ അടുത്ത് വ്യാപ്തിയുള്ളൊരു സ്വപ്നമാണ് മോളെ SSLC പരീക്ഷയിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത്. അപ്പം അമ്മ അന്ന് മുതൽ താലോലിച്ചൊരു വലിയ സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കുകയാണ്. അപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ പോയി അത് കാണണം എന്നെനിക്ക് തോന്നി. കാരണം ക്ലാസ് മുറിയിൽ ആ മകളും അമ്മയും ഇരിക്കുന്നു. ഈ പറയുന്നത് പോലെ ആ മകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മയായിട്ടാണ് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എളുപ്പം മകൾക്ക്. അപ്പം ഇന്ന് രാവിലെ പരീക്ഷയ്ക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരുങ്ങാനും കണ്ണെഴുതാനും ഒക്കെ വലിയ സന്തോഷമായിരുന്നു. പിന്നെ ഈ ബുധനാഴ്ചകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് പ്രത്യേക രീതിയിലാണ് പഠിപ്പിക്കുന്നത്, വീട്ടിൽ ചെന്നാണ് പഠിപ്പിക്കുന്നത്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ ചെന്ന് പഠിപ്പിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ അത് ആവേശത്തോടു കൂടി കേൾക്കുകയും, അപ്പോൾ ഈ പറയുന്ന രീതിയിൽ എല്ലാ ഘട്ടത്തിലും ഒരു നമുക്ക് ജീവിക്കാൻ ധൈര്യം തരുന്ന ഒരു കൈ, ഒരു തണൽ എന്നൊക്കെ പറഞ്ഞ കരുതൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ എനിക്ക് അമ്മയെ തോന്നി. കാരണം അമ്മ ആ ആഗ്രഹത്തിൻ്റെ വ്യാപ്തി പറഞ്ഞ് ഇന്ന് അത് സാക്ഷാത്കാരത്തിൻ്റെ അടുത്തെത്തി നിൽക്കുമ്പോൾ എനിക്ക് കൂടി അവിടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതിന് ഭയങ്കര സന്തോഷമുണ്ട്, നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ. അപ്പോൾ ഇതുപോലെ ഈ പറയുന്ന പോലെ നമ്മളെ നയിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ ഒരു നമുക്ക് കരുതലായ ഒരു മനുഷ്യനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നോക്കൂ, ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല പങ്കെടുപ്പിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഒരു സമൂഹവും ഈ പറയുന്ന ബാക്കി സംഭവങ്ങളും ഈ സമൂഹവും ചുറ്റുപാടും എല്ലാം ഒപ്പം നിന്നപ്പോൾ അത് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അമ്മ തന്നെയാണ് ഇവിടെ ഈ പറയുന്നത് പോലെ അമ്മ തന്നെയാണ് താരം. അമ്മയുടെ ആ നിശ്ചയദാർഢ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദിവിഷ്.